ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമ വേൾഡ്. നമുക്കിന്ന് മലേറിയയുടെ ലൈഫ് സൈക്കിൾ നോക്കാം. അപ്പോൾ മലേറിയ എന്ന് പറഞ്ഞാൽ ഒരു പാരാസൈറ്റിക് പ്രോട്ടോസോവ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയാണ് ഉള്ളത് നോക്കാം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഒവേല്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ. ഫീമെയിൽ അനോഫലസ് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്താണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്നൊക്കെ പറയുന്നത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈഫ് സൈക്കിളിലോട്ട് വരാം. ഈ ലൈഫ് സൈക്കിൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസെക്ഷൽ സൈക്കിൾ എന്നും ഒന്ന് സെക്ഷൽ സൈക്കിൾ എന്നും. അസെക്ഷൽ സൈക്കിൾ നടക്കുന്നത് ഒരു ഇൻഫെക്റ്റഡ് ഹോസ്റ്റിലാണെങ്കിൽ സെക്ഷൽ സൈക്കിൾ നടക്കുന്നത് മോസ്കിറ്റോയിലായിരിക്കും. അപ്പോൾ ഈ അസെക്ഷൽ സൈക്കിൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒരു ഫീമെയിൽ അനോഫലസ് മൊസ്കിറ്റോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വന്ന് ബൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൊസ്കിറ്റോയിലുള്ള സലൈവറി ഗ്ലാൻസിലുള്ള സ്പോറോസോയിഡ്സുകൾ ഈ ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് സർക്കുലേഷനിലോട്ട് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ലിവറിലോട്ട് വരികയും ലിവറിലെ സെൽസായ ഹെപ്പറ്റോസൈറ്റ്സിലോട്ട് വരികയും ചെയ്യുന്നു. അവിടെ വച്ച് കഴിഞ്ഞാൽ ഷിസോൺസ് എന്നാണ് പറയുന്നത്. ഈ ഷിസോൺസ് പെട്ടെന്ന് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാനും അത് ഗ്രോത്ത് ആവാനും തുടങ്ങും. എന്നിട്ടിത് മീറോസോയിഡ്സുകളായിട്ട് RBCയിലോട്ട്, റെഡ് ബ്ലഡ് സെൽസിലോട്ട് എൻ്റർ ആവാനാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ RBCയിൽ നിന്ന് ഇത് മൾട്ടിപ്ലൈ ആയിട്ട് RBC റപ്ചറായി പുതിയ ഫ്രഷ് ആയിട്ടുള്ള RBCയിലോട്ട് ഇത് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയം ഒവേൽ അല്ലെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ് സ്പീഷീസിൽ പെട്ടതൊക്കെ ആണെങ്കിൽ ചില മീറോസോയിഡ്സുകൾ തിരിച്ച് ബാക്കിലോട്ട് നമ്മുടെ ലിവറിലോട്ട് തന്നെ എത്തുന്ന ഒരു സൈക്കിളുണ്ട്. ആ ഒരു സൈക്കിളിനെ പറഞ്ഞാണ് എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. ആ മീറോസൈറ്റ്സിനെ നമ്മൾ ലിവറിൽ പറയുന്നത് ഹിപ്നോസോയിഡ്സുകൾ എന്നാണ്. അത് പിന്നീട് കുറച്ചുനാൾ കഴിയുമ്പോൾ മീറോസോയിഡ്സുകളായിട്ട് ഈ മലേറിയ ഉണ്ടാക്കുന്നതായിരിക്കും. അതിന് നമ്മൾ റിലാപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഒരിക്കലും എക്സോ എറിത്രോസൈറ്റിക് സൈക്കിളിലോട്ട് പോകുന്നില്ല. അതൊക്കെ ഈ മീറോസൈറ്റ്സുകൾ മലേറിയ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കി വന്ന മീറോസൈറ്റ്സ് പിന്നീട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെയിലെന്നും ഫീമെയിലെന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. മൈക്രോ ഗാമിറ്റോ സൈറ്റ്സ് ആയിട്ടും മാക്രോ ഗാമിറ്റോ സൈറ്റ്സ് ആയിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ സൈക്കിളാണ്. ആ സെക്ഷൽ സൈക്കിള് നടക്കുന്നത് മൊസ്കിറ്റോയിലാണ്. മൊസ്കിറ്റോ വന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ ബൈറ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ കൂടെ തന്നെ ഈ ഗാമറ്റോസൈറ്റ്സിനെയും കൂടെ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗാമറ്റോസൈറ്റ്സ് മൊസ്കിറ്റോയുടെ സലൈവറിയിലും ഗട്ടിലും ഒക്കെ വരും. ഈ ഗട്ടിയിൽ നിന്ന് ഈ ഗാമറ്റോസൈറ്റ്സ് യൂണിറ്റ് ചെയ്ത് സൈഗോട്ടായിട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് കൈനേറ്റായിട്ട് മാറുകയും ആ മൊസ്കിറ്റോയുടെ ഗട്ടിയിൽ നിന്ന് പുറത്തോട്ട് അത് സിസ്റ്റ് ഫോമിലായിരിക്കും കാണുന്നത്. അതിന് നമ്മൾ സിസ്റ്റ് എന്നായിരിക്കും പറയുന്നത്. ഈ സിസ്റ്റ് പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻസ് വഴി സ്പോറോസൈറ്റ്സ് ആയിട്ട് മാറുകയും ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മലേറിയയുടെ ലൈഫ് സൈക്കിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ബൈ.